പശ്ചിമബംഗാളിൽ അധികാരത്തിൽ വന്ന സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഏറ്റവും ആദ്യം അവർ ചെയ്തിരിക്കുന്നത് സുവേന്ദു അധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, ദീർഘകാലം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രനാഥ് റാത്തിന്റെ കൊലയാളികളെ പിടികൂടുകയാണ് ചെയ്തിരിക്കുന്നത്. UP യിൽ നിന്നും ബീഹാറിൽ നിന്നും 2 പേരെ ബീഹാറിൽ നിന്നും ഒരാളെ UP യിൽ നിന്നുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത് ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സംസ്ഥാന സർക്കാരുകളുമായിട്ട് യോജിച്ചാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോലും സുവേന്ദു അധികാരി സർക്കാരിന്റെ ആദ്യത്തെ നേട്ടമാണ്. കാരണം ബംഗാളിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അക്രമവും ഭീകര പ്രവർത്തനവുമായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ഏത് രീതിയിലുള്ള അക്രമങ്ങളും നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, CPM ആയിരുന്നു. 1977 മുതൽ 34 വർഷം 2011 വരെ CPM ഭരിച്ച സമയത്താണ് ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ പശ്ചിമബംഗാളിൽ നടന്നത്. പിന്നീട് അതേ ശൈലി പിന്തുടരുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത്. ഇപ്പോൾ ആ ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക. 400ഓളം CPM ഓഫീസാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം തൃണമൂലിന്റെ ഗുണ്ടകളുടെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ പോലീസ് അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ എല്ലാ ഗുണ്ട പ്രവർത്തനങ്ങൾക്കും മമതാ ബാനർജി പോലീസ് കൂട്ടു നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ CPMന് പരസ്യമായിട്ട് പല സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. പാർട്ടി ഓഫീസുകളൊക്കെ അടച്ചു പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ തല്ലിപ്പൊളിച്ച് പൂട്ടുപൊളിച്ചിട്ട് CPMന്റെ പ്രവർത്തകരൊക്കെ തന്നെ പാർട്ടി ഓഫീസിലേക്ക് തിരികെ വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഗുണ്ടകളെ നേരിടാനുള്ള ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടാണ് 2 പേരെ ബീഹാറിൽ നിന്നും ഒരാളെ UP യിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഇവർ നേരത്തെ ഒരു കാറിൽ വന്നു, പിന്നീട് കാർ മാറി ബൈക്കിൽ വന്നു, കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി. പക്ഷെ ഇവർ ഒരു സ്ഥലത്ത് ടോൾ ബൂത്തിൽ അടച്ച പണം അവരുടെ UPI വഴിയാണ് അവരുടെ പണം അടച്ചിരിക്കുന്നത്. അതുവഴി ആണ് അവരെ പിടികൂടാൻ സഹായിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിറകിലുള്ള ഉത്തരവാദികളെ, കാരണം ഇത്ര നാളും പശ്ചിമബംഗാളിൽ എല്ലാവിധ കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്തത് മമതാ ബാനർജിയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജിയാണ് ഇതിന്റെ പിറകിലൊക്കെ ഉള്ളത്. ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഭിഷേക് ബാനർജി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ മമതാ ബാനർജിയെ തൊടാൻ BJP ചിലപ്പം മടിക്കുമായിരിക്കും. കാരണം മമതയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കൊടുക്കാൻ BJPക്ക് താല്പര്യമുണ്ടാവില്ല. പക്ഷേ എല്ലാവിധ ഗുണ്ടകളെയും അടിച്ചമർത്തും എന്ന് തന്നെയാണ് നിലപാട്. നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആയുധങ്ങളാണ്, ബോംബുകളും അതേപോലെ തന്നെ മാരകായുധങ്ങളൊക്കെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ട് പിടിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായി ജീവിക്കണം. വർഷങ്ങളായിട്ട് അവർ കാണുന്ന ഈ ഗുണ്ടാ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ഒരു നഗരമായിരുന്നു കൽക്കട്ട. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട, സാംസ്കാരിക തലസ്ഥാനമായിരുന്നു കൽക്കട്ട. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ, വിവേകാനന്ദനെ പോലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലെ ഉള്ള നിരവധി മഹാന്മാർ ജനിച്ച സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രം ഒരു കാലഘട്ടത്തിൽ കൽക്കട്ടയായിരുന്നു. പക്ഷെ ഇന്ന് കൽക്കട്ട പഴയ രീതിയിൽ ഒരിക്കലും പുരോഗമിക്കാത്ത, ഏറ്റവും പുരോഗമനമില്ലാത്തൊരു സംസ്ഥാനമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഇന്ന് ബംഗാളികൾ എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ കൂലി വേലയ്ക്ക് പോകുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വ്യവസായം തകർന്നു, കൃഷി തകർന്നു, IT മേഖലയൊന്നും തന്നെയില്ല. അപ്പോൾ ഇതിനെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള, ഒരു നാട്ടിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ശക്തമായ നിലപാട് സുവേന്ദു അധികാരി എടുത്തിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ PAയുടെ കൊലയാളികളെ പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ആവശ്യപ്പെട്ടത്, RG കർ മെഡിക്കൽ കോളേജിലെ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ, ആ ഡോക്ടറുടെ കൊലയാളികളെ പിടികൂടണം. അത് മാത്രമാണ് തനിക്ക് എൻ്റെ മകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ മകനോട് പറയാനുള്ളത് എന്നാണ് സുവേന്ദു അധികാരിയുടെ അമ്മ പറഞ്ഞത്. അങ്ങനെ പശ്ചിമബംഗാൾ ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണീരൊപ്പാൻ കുറ്റവാളികളെ പിടികൂടാനുള്ള, അല്ലെങ്കിൽ നിയമസമാധാനം തകർച്ച ഒഴിവാക്കാനുള്ള, ലോ ആൻഡ് ഓർഡർ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഗംഭീര പ്രവർത്തനമാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് സുവേന്ദു അധികാരിയുടെ ഈ മികച്ച പ്രകടനത്തെ നമുക്ക് കാണേണ്ടത്.